നമസ്കാരം ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞാൻ ബേസിക്കലി നടക്കാൻ ഇറങ്ങിയില്ല. ഇന്ന് രാവിലെ മുതൽ ട്രേഡിങ് ചെയ്യായിരുന്നു. കുറേ ലോസൊക്കെ ആയി, പക്ഷേ അധികമില്ല. എൻ്റെ ഒരു $10-20 ലോസുള്ളൂ, അത്രയൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കി, പിന്നെ അത് ഞാൻ ഉറങ്ങിപ്പോയി, അങ്ങനെ ആ പൈസ പോയി. എനിവേസ്, ഞാൻ ഇന്ന് തുടങ്ങുന്നത് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഞാൻ ട്രേഡിങ്ങിന് ഉപയോഗിക്കുന്ന ബ്രോക്കേഴ്സ് ആരാണ്, പിന്നെ ഞാൻ ട്രേഡിങ്ങിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്, ആപ്ലിക്കേഷൻ ഏതാണ്, അതിനെപ്പറ്റി കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഒരു വീഡിയോ ഇടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇടാണ്. ഓൾറെഡി ഞാൻ പറയുന്നത് നിങ്ങളോട്, ഇതൊരു റിസ്ക്കി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിഞ്ഞില്ലെങ്കിൽ ഡെമോ അക്കൗണ്ടിൽ ആദ്യം ട്രേഡ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കോൺഫിഡൻസ് വരുമ്പോൾ മാത്രം നിങ്ങൾ പൈസ ഇട്ടിട്ട് ട്രേഡ് ചെയ്യുക. സോ ദിസ് ഈസ് എ ഡിസ്ക്ലെയിമർ, ഡു നോട്ട് ട്രേഡ് അൺലെസ് യു ആർ നോട്ട് ഷുവർ വാട്ട് യു ആർ ഡൂയിങ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഡെസ്ക്ടോപ്പിൽ ഞാൻ വന്നു. ഇവിടെ വെബ്സൈറ്റ് ഞാൻ പറയുന്നത് പറഞ്ഞാൽ 2 ബ്രോക്കേഴ്സ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഫോറക്സിൽ ഞാൻ ഉപയോഗിക്കുന്നത് ovanda.com, പിന്നെ മറ്റേത് capital.com. അപ്പോൾ നമുക്ക് ovanda.com പോകാം. ovanda.com നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ സഫാരി ഉപയോഗിക്കുന്ന സഫാരിയിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഉപയോഗിച്ചാലും നമ്മൾ ovanda.com അടിച്ചാൽ അത് ഇതാണ് കിട്ടുന്നത് നമ്മൾക്ക്. ഓക്കെ, ovanda.com നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഒന്നുകിൽ ട്രൈ ഡെമോ ചെയ്യാം. നേരെ അടിച്ചിട്ട് നിങ്ങൾക്ക് ഡെമോയിലേക്ക് ആദ്യം ചെയ്യാം. ഇഫ് യു ആർ നോട്ട് വെൽ വേഴ്സ്ഡ് വിത്ത് ട്രേഡിംഗ്, പ്ലീസ് ഓൾവേസ് ഗോ വിത്ത് ഡെമോ ഫസ്റ്റ്. പിന്നെ ഒരു പ്രാവശ്യം നല്ല ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ട്രേഡിങ്ങിൽ പിന്നെ അവർ ചോദിക്കാൻ പോകുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പിയോ അല്ലെങ്കിൽ എമിറേറ്റ്സ് ID കോപ്പിയോ അത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു അക്കൗണ്ട് തുറക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, വേറെ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ capital.com. ഇതാണ് capital.com. ഇത് ഇവരുടെ ഓഫീസ് ഈവൻ ദുബായിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ ട്രേഡിങ് ഇവിടെ നിന്നും ചെയ്യാൻ പറ്റും, നോ പ്രോബ്ലം. ഇത് 2 ബ്രോക്കേഴ്സാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇവർ തരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒവാൻഡയിൽ ബേസിക്കലി നിങ്ങൾക്ക് 2 ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അത് നിങ്ങൾ MT4 പിന്നെ MT5 ഇപ്പോൾ MT4 എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ, ഇപ്പോൾ MT4. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ, ഇതാണ് MT4. ഇതിപ്പോൾ ഒബ്സൊല്യൂട്ട് ആവാൻ പോകുന്നു, കാരണം ഇത് വളരെ പഴയ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ അവർ തന്നെ പറഞ്ഞു, അവൻ്റെ തന്നെ പറഞ്ഞു MT5 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വരാൻ പോകുന്നു. അപ്പോൾ MT5 ഓക്കെ, ഇതാണ് നമ്മളുടെ MT5ഉം MT4 ആപ്ലിക്കേഷൻസ്, MetaTrader 5. അപ്പോൾ MT4 പോകാൻ പോകണം. അപ്പോൾ നിങ്ങളിപ്പോൾ പുതിയതായിട്ട് തുറക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനായിരിക്കും അവർ തരാൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ ഫുള്ള് ഡൗൺലോഡ് ലിങ്കും നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. ഇവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺലോഡ് ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ അതിൻ്റെ ഫോമും ഇതൊക്കെ തരും, ബേസിക്കലി ആപ്ലിക്കേഷൻ തരും. പിന്നെ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അവർ തന്നെ അക്കൗണ്ട് നമ്പർ തരും, ലോഗിനും പാസ്വേഡും എല്ലാതും അവർ തന്നെ തരും. പിന്നെ നിങ്ങൾക്കത് തിരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്യാപിറ്റലിൽ ഞാൻ ഉപയോഗിക്കുന്നത് ട്രേഡിംഗ് വ്യൂ. ഒവാൻഡയിൽ ഞാൻ ഏറ്റവും ആദ്യം ട്രേഡിംഗ് തുടങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് 4 കൊല്ലമായി ഓൾമോസ്റ്റ് ഞാൻ ട്രേഡിംഗ് തുടങ്ങിയിട്ട്. ഒവാൻഡയിൽ ഞാൻ ട്രേഡിംഗ് തുടങ്ങിയപ്പോൾ ആ സമയത്ത് എനിക്ക് അധികം നോളജ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻ MT4 എടുത്തത്. MT4 കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ പുതിയതായിട്ട് ട്രേഡിംഗ് തുടങ്ങണമെന്ന് വെച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂ ആപ്ലിക്കേഷനായിരിക്കും. ട്രേഡിംഗ് വ്യൂ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂ ആപ്ലിക്കേഷൻ ഇതാണ് tradingview.com. അപ്പോൾ ഇതാണ് ഈ ആപ്ലിക്കേഷൻ. ഞാനിപ്പോൾ തുറന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനുണ്ട്, വെബ് ആപ്ലിക്കേഷനുണ്ട്. മറ്റതും സെയിം MT4ഉം MT5ഉം ഡെസ്ക്ടോപ്പും ഉണ്ട്, വെബും ഉണ്ട്. നമ്മൾക്ക് വെബിൽ കൂടെയും അത് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ട്രേഡിംഗ് വ്യൂ ആപ്ലിക്കേഷൻ. ഇത് വളരെ വെർസറ്റൈലാണ്. ബേസിക്കലി നമ്മൾക്ക് പല ഇൻഡിക്കേറ്റേഴ്സും പലതും ഉപയോഗിക്കാൻ പറ്റും. തേർഡ് പാർട്ടി ഇൻഡിക്കേറ്റേഴ്സ് എല്ലാതും ഉപയോഗിക്കാൻ പറ്റും. ഞാൻ വളരെ ചുരുക്കമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുള്ളൂ. 2 ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ ട്രേഡിംഗ് വ്യൂവിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഒന്ന് സ്മാർട്ട് മണി കോൺസെപ്റ്റിൻ്റെയും പിന്നെ ഒന്ന് CPR/KGS. ഈ 2 ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ ഇതിൽ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോൾ ക്യാപിറ്റലിൽ ഞാൻ അങ്ങനെ പൈസ ഇട്ടിട്ടില്ല ട്രേഡ് ചെയ്യാൻ. ഇപ്പോൾ ഇതിൽ ആകെ എൻ്റെ അക്കൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞാൽ $4 മാത്രമേ ഉള്ളൂ. ഞാൻ $10 ഇട്ടതായിരുന്നു. പക്ഷേ ഇത് കുറേ നാളായി ഞാനിതിൽ ട്രേഡ് ചെയ്യാറില്ല. ഓൺലി ഫോർ എനിക്ക് വിഷ്വലി റിപ്രസെൻ്റ് ചെയ്യണ ഒരു നല്ലൊരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ട്രേഡിംഗ് വ്യൂവിൽ ഞാൻ നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ എന്താണ് പറയുക
MT4 വന്നിട്ട് ഒവാൻഡയുടെ ഇതിൽ ഞാൻ എടുക്കും. അപ്പോൾ ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഇൻസ്ട്രുമെൻറ്റ്സേ ഞാൻ ട്രേഡ് ചെയ്യാറുള്ളൂ. ഒന്ന് EURUSDയും ഒന്ന് XAU USDയും. എൻ്റെ ഓൾറെഡി ഗോൾഡിൻ്റെ XAU എന്ന് പറഞ്ഞാൽ ഗോൾഡാണ്. ഗോൾഡിൻ്റെ ഓൾറെഡി ഞാൻ ട്രേഡ് ഇട്ടിട്ടുണ്ട്. ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ആകെ $100 ഇടാറുള്ളൂ. $100 ഇട്ട് കഴിഞ്ഞിട്ട് ഒരു $500 ആകുമ്പോഴത്തേനും ബാക്കി $400-300 ആകുമ്പോഴത്തേനും ഞാനത് എടുക്കും, ഞാനത് വലിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ട്രേഡിങ് ചെയ്യുന്നത്. പിന്നെ വളരെ അധികം റിസ്ക് ഞാൻ എടുക്കാറില്ല. ഇപ്പോൾ തന്നെ എൻ്റെ ഈ ട്രേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതലുള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ എൻ്റെ ബാലൻസ് $89.26, ഇക്വിറ്റി 88.94. ഈ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ -$28 ഇപ്പോൾ എൻ്റെ ലോസാണ്. പക്ഷേ ഇത് ഞാൻ എടുക്കാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് $4 പ്രോഫിറ്റ്, $4.84 പ്രോഫിറ്റ് കിട്ടും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് മാർക്കറ്റ് ഇത് ഡൗൺ ആവുന്നതാണ്. പക്ഷേ ഇത് കുറച്ച് മുകളിലേക്ക് പോയി. പക്ഷെ എന്നാലും നമ്മൾ വെയിറ്റ് ചെയ്യണം. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഒരു $2 ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ട്രേഡ് ചെയ്യണത്. പിന്നെ ഇതിനെപ്പറ്റി ഞാനൊരു ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ നിങ്ങളോട് പറയുന്നത് റിസ്ക് എടുക്കാൻ പറഞ്ഞിട്ട്. ഇപ്പോൾ എൻ്റെ ട്രേഡ് ഞാൻ എടുക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഗോൾഡ് നല്ലൊരു വിലയിൽ എത്തിയിട്ടുണ്ട്. 2527 വരെ ഒന്ന് ടച്ച് ചെയ്തു പ്രൈസ്. അത് കഴിഞ്ഞിട്ട് കുറച്ചടിയിൽ വന്നു, പിന്നെ മുകളിലേക്ക് പോകാനുള്ള പരിപാടി. ഇപ്പോൾ നമ്മൾ അവർ 1 ചാർട്ടിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം 1-ാം തീയതി, എത്രാം തീയതിയാണത്, 20-ാം തീയതി ആക്ച്വലി 2531 വരെ ടച്ച് ചെയ്തു. പിന്നെ അതിൻ്റെ അടിയിൽ വന്നു, പിന്നെ മുകളിലേക്ക് പൊങ്ങി. ഡേ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്താണ് ഗോൾഡിൻ്റെ സ്ഥിതി. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് വിലയിലാണ് ഇപ്പോൾ ഗോൾഡ് നിൽക്കുന്നത് തന്നെ. നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും ന്യൂസിൽ. UAE തന്നെ ഗോൾഡ് ഇപ്പോൾ 305 ഗ്രാമായി, 310 ഗ്രാമായി വില, 305 ദിറം പെർ ഗ്രാം അങ്ങനെയൊക്കെ ആയിട്ട് വില കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ ഈ എക്കണോമിക്സും ഈ ട്രേഡിങ്ങും വെച്ചിട്ടൊക്കെയാണ് കുറേ എണ്ണം ഡിപ്പെൻഡ് ചെയ്യണത്. അപ്പോൾ ഗോൾഡിൻ്റെ വില ഇപ്പോൾ ഇന്ന് കുറച്ചൊന്ന് അടിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഓൾറെഡി $1 ലോസിലാണ്. പക്ഷേ ഞാൻ പിടിച്ച് നിൽക്കും. നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്ലാനിൽ നമ്മൾ നിൽക്കണം. അല്ലാണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ട്രേഡിങ് കുറച്ച് റിസ്ക്കിന്. നിങ്ങൾക്ക് അനലിറ്റിക്സ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ ട്രേഡിങ് ചെയ്യരുത്. ഞാൻ തന്നെ എൻ്റെ ലോസില്ല എന്നല്ല, എനിക്ക് ലോസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലോസിൽ കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എപ്പോഴും ട്രേഡിങ് ചെയ്യുമ്പോൾ നല്ല ഒരു ഇമോഷണൽ ഒരു ഇത് വേണം നമുക്ക്, എന്ന് വെച്ചാൽ സ്ട്രെങ്ത്ത് വേണം. അല്ലെങ്കിൽ ട്രേഡിങ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ഞാൻ ബേസിക്കലി ഗോൾഡും USDയും ചെയ്യാറുള്ളൂ. അതിനും ഈ 2 ഇൻസ്ട്രുമെൻറ്റ്, വേറെ ഞാൻ ഇൻസ്ട്രുമെൻറ്റ് ഇതുവരെ ഞാൻ തൊട്ടിട്ടില്ല. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കംഫർട്ടബിളാണ്. കാരണം ഇതിൻ്റെ ഈ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് എനിക്ക് കുറച്ച് പരിചയമുള്ളതുകൊണ്ട് ഐ ആം മോർ കംഫർട്ടബിൾ ഇൻ ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഗോൾഡിൻ്റെ ട്രേഡിങ് ചെയ്യണതും. ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 2 ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് ovanda.com, പിന്നെ ഒന്ന് capital.com. ഈ 2 ബ്രോക്കേഴ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പറഞ്ഞ മാതിരി നിങ്ങൾക്ക് തുറക്കണമെന്ന് വെച്ചാൽ ക്യാപിറ്റലിൽ എനിക്കൊന്ന് അവരുടെ ഇതുണ്ട്, നിങ്ങൾക്ക് പ്രൈസിങ് ചെന്ന് നോക്കാം. അവരുടെ ചാർജസും ഫീസും എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. ഓപ്പണിംഗ് അക്കൗണ്ട് എല്ലാ 2 എണ്ണത്തിലും ഓപ്പണിംഗ് അക്കൗണ്ട് ഫ്രീ ആണ്. ഒവാൻഡയിൽ നിങ്ങൾക്ക് ബേസിക്കലി അഡ്രസ് പ്രൂഫും ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ capital.com എനിക്കൊന്ന് അഡ്രസ് പ്രൂഫ് കൊടുക്കേണ്ടി വരും. ഇവിടെ മിനിമം ഡെപ്പോസിറ്റ് $20 ആണ്. ഒവാൻഡയിൽ മിനിമം ഡെപ്പോസിറ്റ് $10 ഉള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് പറഞ്ഞാൽ $20 വെച്ചിട്ട് നമുക്ക് അധികം ട്രേഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം മിനിമം ടു മിനിമം ഒരു $50 മുതൽ $100 ഇടണതാണ് നല്ലത്. 350 ദിറം വരും നമ്മളുടെ. പിന്നെ നിങ്ങളിപ്പോൾ ചിലവരെ ചാർജ് ചെയ്യാറുണ്ട്, എനിക്കറിഞ്ഞിട്ട് എന്നെ ചാർജ് ചെയ്തിട്ടുണ്ട് $15 അഡീഷണൽ തന്നെ. ഞാൻ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ $15 അതിൽ ചാർജ് ചെയ്തു. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബ്രോക്കേഴ്സ് അവരുടെ റെഗുലേറ്റഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവരുടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ അബൌട്ട് അസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എല്ലാ ഡീറ്റെയിൽസ്. ബേസിക്കലി FCA റെഗുലേറ്റഡ് ആയിരിക്കണം. ഇവിടെ അവരുടെ ലീഗൽ ഡോക്യുമെൻറ്റ്സും എല്ലാ ഡീറ്റെയിൽസും നമ്മൾക്ക് ഇവിടെ കാണാം. പ്രൈവസി പോളിസി, കുക്കീസ്, ടേംസ് ഓഫ് ബിസിനസ്, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഒരു ബ്രോക്കറിനെ ജോയിൻ ചെയ്യാൻ. ഞാൻ നിങ്ങളോട് ഇവരെ ജോയിൻ ചെയ്യാൻ അല്ല പറയണത്. ഇവിടെ പല ബ്രോക്കേഴ്സും ഉണ്ട്, ഇക്വിറ്റി ഉണ്ട് നമ്മുടെ ദുബായിൽ, അങ്ങനെ പല ബ്രോക്കേഴ്സും ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഞാനിതിനെ സപ്പോർട്ട് ചെയ്യണമല്ല എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രം ഞാനിത് നിങ്ങളോട് പറയണതാണ്. പിന്നെ ഇവരുടെ റെഗുലേറ്റഡ് ബ്രോക്കേഴ്സ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ
ഇപ്പോൾ എന്തെങ്കിലും മാർക്കറ്റിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ, പ്രശ്നം വന്നു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഡൗൺ ആയി ക്രാഷായി, ഇപ്പോൾ നിങ്ങളുടെ പൈസ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അത് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ, അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ എപ്പോഴും റിസ്ക് ഉള്ളതെന്ന് പറയുന്നത്. നമ്മൾ ബേസിക്കലി ഫോറക്സ് മാർക്കറ്റ് ആയാലും ശരി, കമ്മോഡിറ്റി മാർക്കറ്റ്സ് ആയാലും ശരി, സ്റ്റോക്ക് ആയാലും ശരി, മ്യൂച്വൽ ഫണ്ട്സ് ആയാലും ശരി, എല്ലാത്തിലും റിസ്ക് ഉണ്ട്. റിസ്ക് ഇല്ലാണ്ട് നമ്മൾക്ക് വേറെ ഒരു ട്രേഡിങ്ങും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ട്രേഡിങ്ങിലും റിസ്ക് ഉണ്ട്. അപ്പം നമ്മളുടെ അതനുസരിച്ചിട്ട് അവരുടെ റെഗുലേഷൻ നമ്മൾ നോക്കണം. ഇപ്പോൾ സെയിം തന്നെ capital.com ഇത് രണ്ടെണ്ണം FCA അപ്രൂവ്ഡ് ഉണ്ട്. FCA എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഗൂഗിൾ ചെയ്താലും നിങ്ങൾക്കറിയാം. FCA അപ്രൂവ്ഡ് ബ്രോക്കേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമ്മൾക്ക് അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ്, റെഗുലേറ്റഡ് ബ്രോക്കേഴ്സ് കണ്ടില്ല ഇവിടെ, XM എല്ലാ ബ്രോക്കേഴ്സിൻ്റെ ഇവിടെ ഫുള്ള് കണ്ട, ഫൈനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി ഇത് UK-ൻ്റെയാണ്, ഇത് വേറെ, പിന്നെ ഓസ്ട്രേലിയ ഉണ്ട്, അങ്ങനെ പല രാജ്യത്തിൻ്റെയും റെഗുലേഷൻസ് ഉണ്ട് ഇവരുടെ. അപ്പോൾ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുമാതിരി തന്നെ നമ്മളുടെ മെയിൻ ഇത് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾക്ക് ഈ ബ്രോക്കേഴ്സ് ആക്ച്വലി വാലിഡ് അല്ല. നമ്മുടെ ഇന്ത്യയിൽ RBIയും പിന്നെ സെബി, ഈ രണ്ട്, ഇപ്പം നിങ്ങൾ കുറേ കേൾക്കുന്നുണ്ടോ സെബി ഇത് ചെയ്തു, സെബി അത് ചെയ്തു, ചാർജസ് കൂട്ടി, അങ്ങനെ നോക്കാം. അപ്പോൾ RBIയും പിന്നെ സെബിയാണ് നമ്മളുടെ ബേസിക്കലി ഇന്ത്യൻ ബ്രോക്കേഴ്സിൻ്റെ ലിസ്റ്റിൽ വരുന്നത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇവിടെ നമ്മളുടെ GSTയും പിന്നെ എല്ലാ കോൺട്രാക്റ്റും നമ്മൾ ഇത് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ടാക്സും പലതും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യയിൽ പോകുന്നതുകൊണ്ട് എനിക്ക് NRIൻ്റെ ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് തുടങ്ങിക്കൊണ്ട് എനിക്ക് MT4ഉം പിന്നെ OANDയും അവിടെ കുറച്ച് നാൾ വരെ ഉപയോഗിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് റെഗുലേറ്റഡ് അല്ല ഇന്ത്യയിൽ. നമ്മൾ ആ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നാട്ടിലിപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ എടുക്കാൻ പോണ ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻട്രാക്റ്റീവ് ബ്രോക്കേഴ്സിനെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സെബി റെഗുലേറ്റഡ് ബ്രോക്കേഴ്സിൽ ഇൻട്രാക്റ്റീവ് ബ്രോക്കേഴ്സ് ഉണ്ട്, സീറോദ ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ട്രേഡിംഗ് ചെയ്യണത്, നാട്ടിൽ ട്രേഡിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പറയാം, ഏറ്റവും നല്ല ബ്രോക്കർ ഇന്ത്യയിൽ ആരാണ്. അപ്പോൾ ഐ ആം ജസ്റ്റ് ലുക്കിംഗ് ഫോർ ദാറ്റ് ഓൾസോ ടു ഓപ്പൺ ആൻ അക്കൗണ്ട് ഫോർ മൈ ട്രേഡിംഗ് ഇൻ ഇന്ത്യ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ രണ്ട് ബ്രോക്കേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ഇവരുടെ ഫുള്ള് പഠിച്ച് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. capital.com പറഞ്ഞ മാതിരി അവരുടെ സ്പ്രെഡ് ചാർജസ് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അവരുടെ ഒരു എമൗണ്ട് ഉണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ സ്പ്രെഡ് ചാർജസിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിൽ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ തരുന്നില്ല, കാരണം ഞാൻ എൻ്റെ ട്രേഡ് ചെയ്യുന്ന സ്റ്റൈല് വേണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ എൻ്റെ ഇമോഷനും നിങ്ങളുടെ ഇമോഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ട്രേഡിങ്ങിൽ ഇമോഷൻസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, അങ്ങനെ പല ഇമോഷൻസും, പിന്നെ ഗ്രീഡ്, അങ്ങനെ പല ഇമോഷൻസും നമ്മൾക്ക് വരാറുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യുക. ഇപ്പോൾ തന്നെ കണ്ടില്ല, ഞാനിപ്പോൾ ഒരു ട്രേഡ് ഇട്ടുണ്ട്, ഞാനിപ്പോൾ നഷ്ടത്തിലാണ്, ഇപ്പോൾ 66 സെൻസിലാണ് ഞാൻ നഷ്ടത്തിൽ. പക്ഷേ നമ്മളത് റിലാക്സ് ചെയ്യുക. എനിക്കറിയാം മാർക്കറ്റ് ഇവിടെ ഡൗൺ വരും. ഞാൻ ഓൾറെഡി ഇത് അവർ 1 ചാർട്ടിൽ അനലൈസ് ചെയ്ത് വെച്ചതാണ്. ആൻഡ് ഐ നോ ദ മാർക്കറ്റ് ഈസ് ഗോയിങ് ഡൗൺ. ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഇവിടെ വന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഇവിടെ വന്നു, കുറച്ച് മുകളിലേക്ക് പോയി, പിന്നെയും തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആസ് പെർ മൈ അനാലിസിസ് ദ മാർക്കറ്റ് ഈസ് ആക്ച്വലി കമ്മിങ് ഡൗൺ ഓൺ ഗോൾഡ് അവർ 1 ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ ഡേ ചാർട്ടും അവർ 1 ചാർട്ടും ഒന്ന് മിനിമൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു അപ് ട്രെൻഡ് ആണ്. ഇഫ് യു സീ ഹിയർ ഇറ്റ് ഈസ് എൻ അപ് ട്രെൻഡ്, മനസ്സിലായില്ല? അതനുസരിച്ചിട്ട് ഗോൾഡിൻ്റെ പ്രൈസും ഉണ്ട്. ഇപ്പോൾ ഈ സെയിം ലെവലിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ സെയിം ലെവലിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആസ് പെർ മീ ഈദർ ദിസ് ഷുഡ് കം ഡൗൺ ഓർ ഗോ അപ്പ്. പക്ഷേ ഞാനിപ്പോൾ ബെറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഐ ഹാവ് ബെറ്റ് ദാറ്റ് ദി മാർക്കറ്റ് ഈസ് ഗോയിങ് ടു കം ഡൗൺ. വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഐ ആം ഗോയിങ് ടു ടേക്ക് എ ലോസ് ഓഫ് $3 വിച്ച് ഐ ഹാവ് ഓൾറെഡി എൻ്റെ ഇക്വിറ്റി $90 വരെ എൻ്റെ ഇക്വിറ്റി ഉണ്ട്. അപ്പോൾ $3 ലോസ് ഞാൻ എടുക്കാൻ തയ്യാറാണ്. നമ്മൾ ഒരിക്കലും നമ്മളുടെ ഇത് വെച്ചിട്ട് ഇക്വിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ലോസ് എടുക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ ഇന്ന് കുറേ ട്രേഡ് ഞാൻ ചെയ്തു. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നാലും എൻ്റെ അക്കൗണ്ട് ഹിസ്റ്ററിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിന്ന് $28 വരെ ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ കുറേ അതിൽ ലോസ് വന്നു, കാരണം മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ ഞാൻ ന്യൂസ് നോക്കിയില്ല, അതെൻ്റെ മിസ്റ്റേക്കായിരുന്നു. പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ പല ഇത് വരുമ്പോൾ ഇപ്പോൾ -13 സെൻസ് ലോസിലായിരുന്നു ഞാൻ. ഇപ്പോൾ ആണ് ടോട്ടലി ട്രേഡ്സ് എടുത്ത് $28 എൻ്റെ പ്രോഫിറ്റ് ആയിരുന്നു. പക്ഷേ അതിപ്പോൾ ഞാൻ -13 സെൻസ് ലോസിലാണ്. ബേസിക്കലി ഇത് ആരും അങ്ങനെ അധികം കാണിക്കാറില്ല, ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നു. കാരണം ഞാൻ അധികം പൈസ ഇട്ടിട്ടല്ല ട്രേഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, $100 വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കിപ്പോൾ ഇതിനെ പറ്റിയിട്ട് അറിയുന്ന കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു ട്രേഡിങ്ങിനെ പറ്റിയിട്ട്. ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്, ഞാൻ ഉപയോഗിക്കുന്ന ബ്രോക്കേഴ്സ് ഏതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബേസിക്കലി ട്രേഡിങ് ഇത്. പിന്നെ എൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി
പ്രൈസ് ആക്ഷനാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ സ്മാർട്ട് മണി കോൺസെപ്റ്റ്, ഈ 2 സ്ട്രാറ്റജീസാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. പ്രൈസ് ആക്ഷനാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ബേസിക്കലി പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റാലി ബേസ്ഡ് ഡ്രോപ്പ്, ഡ്രോപ്പ് ബേസ്ഡ് റാലി, ഡ്രോപ്പ് ബേസ്ഡ് ഡ്രോപ്പ്, ഈ ഒരു സ്ട്രാറ്റജിയാണ് കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത്. അതല്ലാണ്ട് ഞാൻ ഇപ്പോൾ തൊടാറില്ല. കാരണം ഞാൻ വളരെ കംഫർട്ടബിളാണ് ആ സ്ട്രാറ്റജിയിൽ. അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് എൻ്റെ ബേസിക്കലി ട്രേഡിംഗ് ആപ്പും പിന്നെ ബ്രോക്കേഴ്സും ഞാൻ ഉപയോഗിക്കുന്നത്. ഈ 2 ബ്രോക്കേഴ്സാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഒവാൻ്റെയാണ്. ഞാൻ കുറച്ച് കംഫർട്ടബിളാണ് അതിൽ, അതുകൊണ്ടാണ് ഞാൻ ഒവാൻ്റ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ MT4, കൂടുതൽ ഉപയോഗിക്കുന്നത് MT4. പക്ഷേ ഞാൻ ട്രേഡിംഗ് വ്യൂവിൽ ഗോൾഡിൻ്റെയോ അല്ലെങ്കിൽ യൂറോ USDയുടെ അവരുടെ അനലിറ്റിക്സിന് വേണ്ടിയിട്ട് ഞാൻ ട്രേഡിംഗ് വ്യൂ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഞാൻ MT4 ട്രേഡ് ചെയ്യാറുള്ളത്. MT4 കൂടെയാണ് ഞാൻ ട്രേഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം. നമുക്ക് പിന്നെയും കാണാം ചെറിയൊരു വീഡിയോയിലേക്ക് ശേഷം. ഇഫ് യു ആർ ഡൂയിങ് ട്രേഡിംഗ്, പ്ലീസ് ഡെമോ അക്കൗണ്ടിൽ ട്രൈ ചെയ്യുക. പിന്നെ ഞാൻ പറയണത്, എന്നിട്ട് മാത്രമേ നിങ്ങൾ ഒരു ചെറിയ എമൗണ്ടിൽ തുടങ്ങിയിട്ട് മാത്രം ട്രേഡിംഗ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ.